ഇടത് അമ്മയുടെ പലഹാരം ഡെയിലിയുള്ള സാധാ ഗോതമ്പ് ദോശയിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി. ആ മാറ്റം എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ഇവിടെ കമോൺ ഡിയേഴ്സ്, അതിനെ ആദ്യം മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടി, ചെറിയ ഇഞ്ചി, നല്ല മണത്തിന് വേണ്ട ഏലക്ക, ജീരകം, ഗ്രാമ്പൂ പൊടിച്ചത്, അല്പം അവിൽ കുതിർത്ത് ദോശ സോഫ്റ്റായി വരാൻ കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറുകി വരുമ്പോൾ കുറച്ച് ക്രഷ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം ആവരുത്, വേറെ ഒന്നുമല്ല, ശർക്കര പാവ് ഒഴിച്ച് സെറ്റാക്കാനാണ്. അതിൻ്റെ ഇടയിൽ പണിയുണ്ട് കേട്ടോ. ശർക്കര കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചൂടാറിയിട്ട് അടിച്ചെടുത്ത് കുറുകിയ അവസ്ഥയിലുള്ള മാവിലേക്ക് കുറേശ്ശെ ഒഴിച്ച് മാവ് പോലെ ആക്കി ഇളക്കുക. അതിലേക്ക് നമ്മുടെ വെണ്ണ മിശ്രം ചൂടാക്കിയപ്പോൾ ആയ നെയ്യ് ഒഴിച്ച് ഇളക്കി ദോശമാവ് പോലെ ആക്കി എടുക്കുക. അടുത്ത് നമ്മുടെ അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ച് ചൂടായി കഴിഞ്ഞാൽ മാവ് ഒഴിച്ച് ഒറ്റ കൈ കൊണ്ട് ഞാൻ റൗണ്ട് ചെയ്ത് എന്തല്ലേ എന്നിട്ട് അടച്ചു വയ്ക്കുക. തുറക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ അടിപൊളി മണം വരും. എന്താ ഇതുപോലുള്ള പാത്രത്തിലേക്ക് അടച്ചു വയ്ക്കുക. ഇനി ഈ ഇഞ്ചി മധുരപ്പത്തിന് ഒരു തൊട്ടുകൂട്ടാൻ കോഴിക്കൊപ്പേരി ആയാലോ. അതിന് ചീനച്ചട്ടി എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് പച്ചമുളക് സവാള ഇട്ട് ഇളക്കി കൊടുക്കുക. വാടി വരുമ്പോൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇട്ട് കുറച്ച് കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ഇതിട്ട് നന്നായി ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കുക. ആവിയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കുക. അമ്മമാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.